നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. വിവാദങ്ങൾക്കിടെ എമ്പുരാൻ 200 കോടി ക്ലബിൽ. ചിത്രത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴാണ് നേട്ടം. നായകൻ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജുമാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. നേരത്തെ 48 മണിക്കൂറിലാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. അതേസമയം എമ്പുരാന് പിന്തുണയുമായി ഫെഫ്ക രംഗത്തെത്തി. സംവിധായകനും നടനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ നിർഭാഗ്യകരവും പ്രതിഷേധാത്മകവും എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ്, അസഹിഷ്ണുതയുടെ പര്യായമായി ചിലർ മാറി. കേരളത്തിൽ ഇത് നടക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. എമ്പുരാൻ സാങ്കല്പിക കഥയെന്ന് പറയുമ്പോഴും RSS എന്തിന് വിരളി പിടിക്കുന്നുവെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ ചോദ്യം. മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ആവിഷ്കരിക്കാനാണ് എമ്പുരാൻ ശ്രമിച്ചതെന്ന് MV ഗോവിന്ദൻ. ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അസഹിഷ്ണുതയുടെ പര്യായമായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരായി ചിലർ മാറുകയാണ്. എന്ത് വെട്ടിമാറ്റിയാലും ചരിത്രത്തിലെ വസ്തുതകളെ വെട്ടിമാറ്റാനാകില്ല. പൃഥ്വിരാജിനെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അത് സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം, പക്ഷെ ചരിത്രത്തെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സെൻസർ ചെയ്യാനോ വെട്ടാനോ പറ്റില്ല. ഇതൊരു സാങ്കല്പിക കഥയാണെന്നും കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികമാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ആ സിനിമയെ ഇത്രയേറെ ആക്രമിക്കുന്നത്? തങ്ങളുടെ കുറ്റബോധം, തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ഒരു സിനിമയായി മാറിയോ എന്നത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിലുള്ള ആമർശം. മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ആവശ്യകതയെ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ച സിനിമയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. സമാധാനം നമുക്കെല്ലാം വേണം എന്നൊരാശയം നമ്മളിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമൂഹത്തോട് പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒരു സിനിമയിലൂടെ. അതിൽ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. ആ ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടത്. കോഴിക്കോട് നിന്ന് കാണാതായ വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ സംസ്കാർ കുമാറിനെയാണ് ഈ മാസം 24-ന് കാണാതായത്. പുണയിൽ നിന്നാണ് കുട്ടിയെ കേരള പോലീസ് കണ്ടെത്തിയത്. മിഥില മാരൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, നേരത്തെ കുട്ടിയും ട്രെയിനിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നുവല്ലോ. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണോ നിർണായകമായത്? മിഥില. ഉന്മേഷ്, തീർച്ചയായും ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് കുട്ടിയിലേക്ക് പോലീസിനെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ ഈ കുട്ടി കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു നടക്കാവ് പോലീസിന്റെ അന്വേഷണം. പൂനെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. കുട്ടി പൂനെയിലെത്തി എന്ന ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് അല്പസമയം മുമ്പാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. എന്തുകൊണ്ടാണ് കുട്ടി ഇവിടെ നിന്നും പോയത്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരം കുട്ടി കേരള പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നതും മാത്രമാണ്. ഈ മാസം 24-ന് ആയിരുന്നു ഇത്തരത്തിൽ വേദവ്യാസ സ്കൂളിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും കുട്ടി അതിസാഹസികമായി പുറത്തിറങ്ങിയത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നതും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതും ഏറ്റവും ഒടുവിൽ ഈ ട്രെയിനിൽ കയറുന്നതുമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും നിർണായകം എന്നത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഞ്ചാവ് കേസിലെ പ്രതിയുടെ കുത്തേറ്റു. ബംബ്രാണം സ്വദേശി അബ്ദുൾ ബാസിദിനെ പിടികൂടുമ്പോഴാണ് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്, രാജേഷ് എന്നിവർക്ക് കുത്തേറ്റത്. ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024-ൽ കാസർഗോഡ് നഗരത്തിൽ വെച്ച് 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ 4ാം പ്രതിയാണ് അബ്ദുൾ ബാസിദ്. കേസിൽ പ്രതി ചേർത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇന്ന് കുമ്പളയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ബംബ്രാണയിലെ വീട്ടിൽ പ്രതി എത്തിയെന്ന വിവരം എക്സൈസ് നാർക്കോട്ടിക് സംഘത്തിന് ലഭിച്ചു. ഇതോടെയാണ് എക്സൈസ് സംഘം അബ്ദുൾ ബാസിദിന്റെ വീട്ടിലെത്തിയത്. ബംബ്രാണയിലുള്ള ടിയാന്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിന്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിന്റെ കൈക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെ അബ്ദുൾ ബാസിദ് അക്രമാസക്തനായി. കമ്പി ഉപയോഗിച്ച് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത് KR, രാജേഷ് P എന്നിവരെ ആക്രമിച്ചു. പ്രജിത്തിന് കഴുത്തിലും രാജേഷിന് കൈക്കുമാണ് പരിക്കേറ്റത്. ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കുമ്പള പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 24 കാസർഗോഡ്. തിരുവനന്തപുരം പുല്ലുവിളയിൽ MDMA-യുമായി 2 പേർ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെയാണ് 12 ഗ്രാം MDMA പിടികൂടിയത്. വിഴിഞ്ഞം സ്വദേശികളായ ജൂഡ്,
സുസറ്റിമ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. പ്രതികൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് വ്യക്തമാക്കി. അക്രമത്തിന് ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ ആദ്യഘട്ട പര്യടനത്തിന് തൃശൂരിൽ പരിസമാപ്തി. 15 ദിവസം കൊണ്ട് 8 ജില്ലകൾ പൂർത്തിയാക്കിയാണ് യാത്ര അവസാനിച്ചത്. രണ്ടാം ഘട്ട യാത്ര ഏപ്രിൽ 6-ന് ആരംഭിക്കും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ SKN40 കേരള യാത്ര 15 ദിവസം പൂർത്തിയാക്കുമ്പോൾ 10,000-ങ്ങളാണ് പിന്തുണയുമായി ഒപ്പം ചേർന്നത്. വളരെ സന്തോഷം. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. അപ്പോൾ നമ്മുടെ യാത്രയിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെന്നാണ് ഈ സ്വീകരണം കാണിക്കുന്നത്. എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരെ ഉറച്ച ശബ്ദം. തൃശൂർ കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച ഇന്നത്തെ പര്യടനം തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സമാപിച്ചു. കലാലയങ്ങളും ദേവാലയങ്ങളും കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചു. ലഹരി വേണ്ടേ വേണ്ട, ലഹരി വേണ്ടേ വേണ്ട. ശരിക്കും ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വേദി സാറിനൊപ്പം പങ്കിടാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റായിട്ട് തന്നെ ഇത് മാറുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ MP TN പ്രതാപൻ, CC മുകുന്ദൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾ ഈ കളിസ്ഥലങ്ങളെല്ലാം തുറന്നു കൊടുക്കണം. കളിയാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. പുസ്തകം എഴുതുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. സാഹിത്യമാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. അധ്യാപകരെ ബഹുമാനിക്കുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. വളർത്തുദോഷം കൊണ്ടും കുട്ടികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരുടെ ചിന്ത പോകാൻ സാധ്യതയുണ്ട്. എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. ഏപ്രിൽ 6-ന് കേരള യാത്രയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമാകും. 24 തൃശൂർ. SKN കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം 24-ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിൽ, സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഇതിന്റെ പൂർണ്ണരൂപം ലഭ്യമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചും തല മുണ്ടനം ചെയ്തും പ്രതിഷേധം കടുപ്പിച്ച ആശാ വർക്കേഴ്സ്. രാപകൽ സമരത്തിന്റെ 50-ാം നാളിലായിരുന്നു മുടിമുറിച്ചുള്ള പ്രതിഷേധം. മുറിച്ച മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാർ അയച്ചു കൊടുക്കണം എന്നായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിയുടെ പരിഹാസം. സമരത്തിന്റെ 50-ാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. കരയില്ല, ഞങ്ങൾ കരയില്ല, ഒന്നിച്ചെല്ലായി
മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു. BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ S. നായർ ഉൾപ്പെടെയുള്ളവരും സമരപന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ V. ശിവൻകുട്ടി രംഗത്തെത്തി. ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. KCBCക്ക് പിന്നാലെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി CBCI. നിലവിലുള്ള വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധം എന്നാണ് CBCI പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. വഖഫ് ബില്ലിൽ സമവായത്തിനായി KCBCയുമായി ചർച്ച നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള MPമാരോട് KCBCയുടെ ആഹ്വാനം. ഇതിന് പിന്നാലെയാണ് CBCIയും നിലപാട് വ്യക്തമാക്കിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ജനപ്രതിനിധികൾ ക്രിയാത്മക നിലപാട് സ്വീകരിക്കണമെന്ന് ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമപരമായ ഭേദഗതിയിലൂടെയേ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും CBCI. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും സ്വാഗതം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നുണപ്രചാരണം നടത്തരുതെന്ന് കിരൺ റിജിജു. ഹാത്ത് ജോർ കർക്കെ സബ്കോ कहता हूं कि आप अगर बिल का विरोध करना है तो तर्क रख करके आप विरोध कीजिए. कौन सा प्रावधान को आप विरोध करते हैं बताइए, और ये भी बताइए कि गैर संवैधानिक कैसे है वो भी बताइए. ऐसे झूठ बात फैलाने से तो होगा नहीं. അതേസമയം KCBCയുമായി നല്ല ബന്ധമാണെന്നും സമവായത്തിനായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കി. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതി ബില്ലും കൂട്ടിക്കലർത്തരുതെന്ന് രാജ്യസഭാ MP ഹാരിസ് ബീരാൻ. മുനമ്പം ഇഷ്യൂവിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകൾ യോഗത്തിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവും ഇതുമായിട്ട് കൂട്ടിക്കലർത്താതെ ഈ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും KCBCയുമായുള്ള ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും പ്രതികരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിച്ച വഖഫ് ബിൽ ഭേദഗതികളോടെ പാർലമെന്റിന്റെ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. 24 ഡൽഹി, തിരുവനന്തപുരം. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭ അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ. വൈകി ഉദിച്ച വിവേകം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വാർത്താക്കുറിപ്പിലൂടെയുള്ള പ്രതികരണം. ചർച്ചയാകാം എന്ന നിലപാടിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം അറിയിച്ചു. സഭയെ നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചിട്ടത് യാക്കോബായ വിഭാഗമാണ്. നിയമമനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാമെന്നും സമാധാനത്തിലേക്ക് കടക്കാനുള്ള ആദ്യ പടി നിയമം അംഗീകരിക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി കേന്ദ്ര സർക്കാർ പ്രശംസയുമായി ഡോക്ടർ ശശി തരൂർ MP. കോവിഡ് കാലത്തെ ഇന്ത്യയുടെ വാക്സിൻ നയത്തെ പിന്തുണച്ചാണ് ഇംഗ്ലീഷ് വാരികയിൽ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം. ശശി തരൂരിന്റെ നിലപാടിനെ BJP സ്വാഗതം ചെയ്തു. പരസ്യപ്രസ്താവനകൾ പാടില്ലെന്ന AICC നിർദ്ദേശം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന് വീണ്ടും ശശി തരൂരിന്റെ പ്രശംസ. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. ഇന്ത്യയുടെ വാക്സിൻ കയറ്റുമതി ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെട്ടു. 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി, സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സുഹൃത്തായി മാറിയെന്നും ഡോക്ടർ ശശി തരൂർ MP. ദി വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചിരിക്കുന്നത്. ശശി തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റമുണ്ടായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നുവെന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു. എന്നാലിപ്പോൾ കോൺഗ്രസും സർക്കാർ നിലപാട് അംഗീകരിച്ചുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. 24 ഡൽഹി. വാർത്താമഴയിലേക്ക്. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPIM പ്രവർത്തകരുടെ ആഘോഷം.
പറമ്പായിൽ കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായി കലശ ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികൾ ഉപയോഗിച്ചത്. AKGയുടെയും EMSന്റെയും പേരു പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും CPIM ശക്തികേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആഘോഷം. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 8 പേരുടെ ചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്. സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ CPIMഉം BJPയും ചേരിതിരിഞ്ഞ് ശക്തിപ്രകടനം നടത്തുന്നത് പതിവായിട്ടുണ്ട്. പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്നാൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷം ഇതാദ്യമായാണ്. 24 കണ്ണൂർ. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്ന്, കൊല്ലം കരുനാഗപ്പള്ളി AVHS ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ചു. ഇന്ന് രാത്രി 8:30യോടെയാണ് ഈ സംഭവം. നടന്നു വന്നയാളാണ് ഈ കാർ കത്തിച്ചത്. കാർ കത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ട്. അത് വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KL 08AR 8059 എന്ന നമ്പറിലുള്ള കാറാണ് കത്തിച്ചത് എന്നാണ് ഇപ്പോൾ അരുൺ രാജ് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്ത, കാസർഗോഡ് നീലേശ്വരത്ത് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. വള്ളിക്കുന്ന് സ്വദേശി വിനീഷാണ് മരിച്ചത് എന്ന് അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നുണ്ട്. നാരങ്ങാനത്ത് ഓഫീസിൽ തുടരാൻ തയ്യാറാണെന്ന് പത്തനംതിട്ടയിൽ CPIM ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. ചൊവ്വാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് ജോസഫ് ജോർജിന്റെ തീരുമാനം. CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ഭീഷണി ഫോൺ വിളി. പിന്നീടുണ്ടായ അജ്ഞാത വധഭീഷണി വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് ജോസഫ് ജോർജ് നാരങ്ങാനത്ത് തിരിച്ചെത്തുന്നത്. അണികളിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഉറപ്പു നൽകിയെന്ന് ജോസഫ് ജോർജ് പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷ പുനഃപരിശോധിക്കാൻ അഭ്യർത്ഥിക്കുമെന്നും ജോസഫ് ജോർജ്. സെറ്റിൽമെന്റ് വന്ന സ്ഥിതിക്ക് തൽക്കാലം അത് പരിഗണിക്കേണ്ട, നിങ്ങൾ കൊടുക്കാന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്കെതിരെ ഭീഷണിയും കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്ന്, സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് സഞ്ജുവിനെ വിളിച്ചിരുന്നു. സഞ്ജുവിനെ വിളിച്ച കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചു. ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല എന്നൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടി. നികുതി കുടിശ്ശിക ചോദിച്ചതിന് ഓഫീസിൽ കയറി വെട്ടുമെന്ന ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ഭീഷണി വിവാദമായിരുന്നു. ഭീഷണിക്കു പിന്നാലെ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനെന്നായിരുന്നു CPIM ആരോപണം. 24 പത്തനംതിട്ട. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ കുടിപ്പക കൊലപാതകത്തിൽ മുഖ്യപ്രതി അലുവ അതുലിന്റെ വീട്ടിൽ നിന്ന് എയർ പിസ്റ്റൾ പിടിച്ചെടുത്തു. കരുനാഗപ്പള്ളി പോലീസാണ് അതുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. അതേസമയം കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട സോനുവിനെ ഓച്ചിറ പോലീസ് പിടികൂടി. ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതി അലുവ അതുലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് കണ്ടെടുത്തത് എയർ പിസ്റ്റളും മഴുവും വെട്ടുകത്തിയും അടക്കമുള്ള മാരകായുധങ്ങൾ. അലുവ അതുലിനായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു വീട്ടിലെ പരിശോധന. കേസിലെ മറ്റു പ്രതികളുടെ വീടുകളിലും പരിശോധന നടത്തി. വയനകം സംഘത്തിൽ 64-ലധികം ചെറുപ്പക്കാരുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ്. അതേസമയം കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട സോനുവിനെ ഓച്ചിറ പോലീസ് പിടികൂടി. വള്ളിക്കുന്നത്ത് നിന്നാണ് ഓച്ചിറ പോലീസ് പ്രതിയെ പിടികൂടിയത്. കേസിലെ പ്രധാന പ്രതിയെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടിക്കാനാകാത്തത് പോലീസിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 24 കൊല്ലം. കാസർഗോഡ് നീലേശ്വരത്ത് യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. വള്ളിക്കുന്ന് സ്വദേശി വിനീഷാണ് മരിച്ചത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് വൈകിട്ട് രാത്രി 8:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഈ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വട്ടപ്പോയിൽ സ്വദേശി വിനീഷാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. യുവാവ് സിവിൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹം ലുങ്കിയായിരുന്നു വേഷമെന്ന് പറയുന്നുണ്ട്. നീലേശ്വരം റിയൽ ഹൈപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പത്മനാഭന്റെയും ബേബിയുടെയും മകനാണ്. രാത്രിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. മാവേലി എക്സ്പ്രസ് ആണ് തട്ടിയതെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. എന്തായാലും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇദ്ദേഹം ട്രെയിനിൽ നിന്ന് വീണതാണെന്ന് യാത്രക്കാർ പറയുന്നു. പക്ഷേ വേഷം ഇദ്ദേഹത്തിന് ലോക്കൽ വേഷമായിരുന്നു. ലുങ്കിയും ഷർട്ടുമായിരുന്നു വേഷമുണ്ടായിരുന്നത്. അതുകൊണ്ട് പോലീസിന് അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു സംശയമുണ്ട്. എന്തായാലും പ്രാഥമികമായ അന്വേഷണം നടത്തി വരികയാണ്. ഉന്മേഷ്, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളി AVHS ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ചു. നടന്നു വന്നയാളാണ് കാർ കത്തിച്ചത്. കാർ കത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം.
രാജ് വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇതാരാണ് ഈ കാർ കത്തിച്ചത്? ആരുടെ കാറാണ് അരുൺ? ഉന്മേഷ്, KL08 AR 8059 നമ്പർ രജിസ്ട്രേഷനുള്ള കാറാണ് കത്തിച്ചത് എന്നുള്ളത് നിലവിൽ കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 4 മാസത്തിലധികമായി കരുനാഗപ്പള്ളി AVHS ജംഗ്ഷനിൽ ഈ കാർ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 8:30 ഒരു യുവാവ് നടന്നു വരുന്നതായി ആ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. തുടർന്ന് ഈ കാറിന്റെ സമീപത്തെത്തുകയും കാർ കത്തിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ കരുതിയത് ഈ കാർ സ്വാഭാവികമായും കത്തിയതാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് നാട്ടുകാർക്ക് ഈ CCTV അടക്കം പരിശോധിച്ചപ്പോഴാണ് നടന്നു വന്നയാളാണ് ഈ കാർ കത്തിച്ചതെന്ന് മനസ്സിലാക്കിയത്. സംഭവത്തിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസമായി ഈ കാർ ഈ ഭാഗത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കാർ ആരുടേതാണെന്ന് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പോലീസ് അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. എന്ത് കാരണത്താലാണ് ഈ കാർ കത്തിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത കൈവരൂ. ബീറ്റ് ഷവർലെറ്റ് വാഹനമാണ് കത്തിച്ചത് എന്നുള്ള കാര്യം കൂടി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ കൂടി എത്തുന്നുണ്ട്. കരുനാഗപ്പള്ളി AVHS ജംഗ്ഷനിൽ കഴിഞ്ഞ 4 മാസമായി ഈ കാർ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ കാറാണ് നടന്നു വന്ന ഒരാൾ കത്തിച്ചത്. ആ കത്തിക്കലിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. വിശുദ്ധിയുടെ പുണ്യം നുകർന്ന നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും ആശംസകൾ കൈമാറിയും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയായിരുന്നു വിശ്വാസികൾ. ഒരു മാസം നീണ്ട പ്രാർത്ഥനകളിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ഇന്ന് ചെറിയ പെരുന്നാളിന്റെ മധുരം നുകരുകയാണ് വിശ്വാസികൾ. രാവിലെ മുതൽ പ്രാർത്ഥനകളിൽ മുഴുകി. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാനും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. M അഹമ്മദ് കുട്ടി മദനി നേതൃത്വം നൽകി. എറണാകുളം കലൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈദ്ഗാഹ് കലൂർ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ISM സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പിടിക്കൽ നേതൃത്വം നൽകി. പാണക്കാട് ജുമാ മസ്ജിദിലെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം പാണക്കാട് തങ്ങൾ ഗ്രഹസന്ദർശനം നടത്തി. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ പെരുന്നാളിലും അത് തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വീട്ടുകാരൊക്കെ വരും, അവരൊക്കെ പരസ്പരം സൗഹൃദം പങ്കുവെക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നന്മയൊതുന്ന ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കുകയാണ് നാടെങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. മലപ്പുറം കാടാമ്പുഴയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ് 2 പേർ മരിച്ചു. മാറാക്കര സ്വദേശിയായ ഹുസൈൻ, മകൻ ഫാരിസ് അൻവർ എന്നിവരാണ് മരിച്ചത്. പെരുന്നാൾ ദിനത്തിലുണ്ടായ അപകടം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. രാവിലെ 9:30 മലപ്പുറം കാടാമ്പുഴ കീഴ്മുറിയിൽ അപകടമുണ്ടായത്. ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് ജ്യേഷ്ഠന്റെ വീട്ടിലുള്ള ഉമ്മയെ സന്ദർശിച്ച് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു ഹുസൈനും മകൻ ഹാരിസ് ബാബുവും. ഹാരിസാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ഇറക്കത്തിൽ വെച്ച് സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീടിന്റെ മതിലും തകർത്താണ് കിണറിലേക്ക് വീണത്. ഒന്ന് സ്പീഡിലാണ് വന്നത്. അവരൊരു സൗണ്ട് ഇട്ടത്, അത് ഞാൻ കേട്ടു. അപ്പോൾ ഇടിയും കഴിഞ്ഞു. ഇടി കഴിഞ്ഞപ്പോൾ ഓടി വന്നു നോക്കുമ്പോഴേ നേരെ കിണറ്റിക്കാണ് വീണിലെ എല്ലാം പോയി എന്ന് കരുതി. പക്ഷെ ആളുകളെപ്പോൾ ഇവരെല്ലാവരും നാട്ടുകാരൊക്കെ പെട്ടെന്ന് കൂടി എല്ലാവരും ഓടി വന്ന് ഒരു മോട്ടോർ സൈക്കിൾ അവിടുന്ന് വരുന്നത് കണ്ടു. വന്നൊരു ഒരു അരമിനിറ്റിനുള്ളിൽ സൗണ്ട് കേട്ടു. അപ്പോൾ സാധാരണ ഇവിടെ അപകടം നടക്കുന്നുണ്ട്. നിലവിലിത് 5ാമത്തെ 6ാമത്തെ അപകടമാണ്. നല്ല ഇറക്കമായതുകൊണ്ട് ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഇവിടുത്തെ അല്ലാത്തവർ വരുമ്പോൾ ഈ വളവിനെ കുറിച്ച് അറിയുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ കിട്ടൂല. ഈ മതിലൊക്കെ 1-2 പ്രാവശ്യം കല്ലുവണ്ടി ഒരു ജീപ്പൊക്കെ ഇടിച്ച് തകർത്തതാണ്. കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത ഇരുവരെയും ഉടൻ കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് സ്കൂട്ടർ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ഇടയ്ക്കിടെ അപകടം നടക്കുന്ന മേഖലയാണിത്. തിരുവനന്തപുരം കഴക്കൂട്ടം ചാക്ക ബൈപ്പാസിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. തമിഴ്നാട് മധുര സ്വദേശിയായ ആരോഗ്യരാജാണ് മരിച്ചത്. പുലർച്ചെ 12:30 അപകടം നടന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന കരമന കുഞ്ചാലമൂട് സ്വദേശി ഷെയ്ഖ് പരിക്കേറ്റ് ചികിത്സയിലാണ്.
24 മലപ്പുറം, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വലഞ്ചുഴിയിൽ അച്ഛൻ കോവിലാറിൽ 15-കാരിയെ കാണാതായി. അച്ഛനൊപ്പം നടക്കുമ്പോൾ നടപ്പാലത്തിൽ നിന്ന് കാൽ വഴുതി ആറ്റിലേക്ക് വീഴുകയായിരുന്നു. പെൺകുട്ടിക്കായി ഇപ്പോൾ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നുവെന്നാണ് AV ജയശങ്കർ അറിയിക്കുന്നത്. സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു ഇവരെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ അമ്മയും മകളും റിക്കവറി വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ വാഹന ഡ്രൈവർ ഒളിവിൽ. വാഹനത്തിന്റെ അമിത വേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ രാത്രി 10:30 ഉത്സവം കണ്ടു മടങ്ങിയ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് റിക്കവറി വാഹനം ഇടിച്ചു കയറിയത്. പേരാറ്റിൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. എൻ്റെ ബാക്കിൽ ഒരു പാരം വന്ന് ഇങ്ങനെ വീഴുന്ന പോലെ ആയപ്പോൾ ഞാൻ അങ്ങ് കമിഴ്ന്ന് വീണുപോയി. മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചെൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഞരക്കം പോലും കേൾക്കാനില്ലായിരുന്നു. വാഹനത്തിന്റെ അമിതവേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആദ്യം നമ്മൾ കാണുന്ന പയ്യനെയാണ്. അപ്പോൾ പയ്യനെ കണ്ടപ്പോൾ തന്നെ കാലൊക്കെ 2 ഭാഗങ്ങളായി വേർപെട്ട ഒരവസ്ഥയും വിരലുകളൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആദ്യം തന്നെ ആ പയ്യനോടൊന്ന് സംസാരിക്കാൻ നോക്കിയിട്ട് നമ്മൾ 108-ൽ ബന്ധപ്പെട്ടപ്പോഴും ഇവിടെ ആളുണ്ടെന്ന് അറിയുന്നില്ല. 108-ൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്കാണ് ഇവിടെ ആളുണ്ടെന്ന് അറിയുന്നത്. ആദ്യം ഈ ഭാഗത്തായിട്ട് ഒരു പെൺകൊച്ചിനെ കാണുകയാണ് ചെയ്തത്. സംഭവത്തിൽ കല്ലമ്പലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ ടോണി ഒളിവിൽ തുടരുകയാണ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ എന്നാരോപിക്കുന്ന സുഹൃത്തായ സുഗാന്ത് ഒളിവിൽ തന്നെ. പേട്ട പോലീസ് മലപ്പുറത്തുള്ള IB ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. മേഘ ആത്മഹത്യ ചെയ്തതിന്റെ പിറ്റേന്നാണ് സുഗാന്ത് ഒളിവിൽ പോയത് എന്ന് പോലീസ് കണ്ടെത്തി. മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തും സഹപ്രവർത്തകനുമായ യുവാവിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്ന് പേട്ട പോലീസ് പറയുന്നു. മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരണവിവരം അറിഞ്ഞ സുഗാന്ത് ആത്മഹത്യാ പ്രവണതയും പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണം നടത്തുന്ന പേട്ട പോലീസ് കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിലെത്തിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല. IB ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. ഇതിനിടെ സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് ഉടൻ IBക്ക് കത്തയക്കും. കൊച്ചി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാളുടെ അവധിയടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് IBയെ സമീപിക്കുക. IB ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം. പത്തനംതിട്ട വലഞ്ചുഴിയിൽ അച്ഛൻ കോവിലാറിൽ 15-കാരിയെ കാണാതായി. പിതാവിനൊപ്പം നടക്കുമ്പോൾ നടപ്പാലത്തിൽ നിന്ന് കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ നടക്കുന്നു. AV ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് പത്തനംതിട്ട വലഞ്ചുഴിയിൽ അച്ഛൻകോവിലാറിൽ 15-കാരി വീണത്. അച്ഛനൊപ്പം നടപ്പാലത്തിലൂടെ നടക്കുമ്പോൾ കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. ഈ അച്ഛനും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളും പുഴയിൽ വീണു. പക്ഷേ ഇവർ നീന്തി കരക്കെത്തി. പക്ഷേ 15-കാരിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഫയർഫോഴ്സ് ഉൾപ്പെടെ കുട്ടിക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇവർ എത്തിയത്. ഈ 15-കാരി ഒഴുക്കിൽപ്പെട്ടതെന്നാണ് ഫയർഫോഴ്സ് നിലവിൽ നൽകുന്ന വിവരം. ഇവരെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. വേനൽക്കാലമാണ്, വെള്ളത്തിന്റെ അളവ് പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താമെന്നൊരു പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും നൽകുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ തിരച്ചിൽ നദി കേന്ദ്രീകരിച്ച നിലവിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ 15-കാരി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും അധിക ദൂരം ഒഴുകി പോയിട്ടുണ്ടാകില്ല എന്നൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. എന്തായാലും ഫയർഫോഴ്സിന്റെ പരിശോധന തുടരുകയാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. കോഴിക്കോട് നാദാപുരത്ത് നടുറോഡിൽ പടക്കം പൊട്ടിച്ച് യുവാക്കളുടെ ആഘോഷം. ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ആഘോഷത്തിൽ പോലീസ് കേസെടുത്തു. പേരോട് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ പരിക്കേറ്റ 2 പേർക്കെതിരെയും കേസുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് നാദാപുരത്ത് അതിരുവിട്ട ആഘോഷം നടന്നത്. കല്ലാച്ചിയിലും വാണിമേൽ ടൗണിലും ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു യുവാക്കളുടെ പടക്കം പൊട്ടിക്കൽ. ഇതോടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു. സംഭവത്തെക്കുറിച്ച് അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്നാണ് ആക്ഷേപം. വാണിമേൽ ടൗണിലുണ്ടായ പടക്കം പൊട്ടിക്കലിൽ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു.
അതേസമയം പേരോട് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം നാദാപുരം പോലീസ് കേസെടുത്തു. ഇയ്യങ്കോട് സ്വദേശികളായ മുഹമ്മദ് ഷഹറാസ്, ബന്ധു റഹീസ് എന്നിവർക്കെതിരെയാണ് കേസ്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഹറാസ് ചികിത്സയിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. കൊച്ചി ബ്രോഡ്വേയിലെ GST റെയ്ഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത സംഭവത്തിൽ രാജധാനി ടെക്സ്റ്റൈൽസിന് വൻ പിഴ ചുമത്തി. 6.25 കോടി രൂപയാണ് GST വകുപ്പ് പിഴ ഈടാക്കിയത്. GST ഉദ്യോഗസ്ഥർ പിടികൂടിയ പണത്തിന്റെ ദൃശ്യം 24 പുറത്തുവിട്ടിരുന്നു. കൊച്ചി ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര മൊത്തവിൽപ്പന കേന്ദ്രമായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്നുമാണ് 6.75 കോടി രൂപ GST വകുപ്പ് പിടികൂടിയത്. കണക്കിൽപ്പെടാതെ 4 സ്ഥാപനങ്ങളിലായി സൂക്ഷിച്ച പണമായിരുന്നു പിടിച്ചെടുത്തത്. GST വകുപ്പ് നടപടികൾ ആരംഭിച്ചതോടെയാണ് കട ഉടമകൾ നികുതി വെട്ടിച്ച പണവും പലിശയും പിഴയും ചേർത്ത് 6.75 കോടി രൂപ സർക്കാരിലേക്ക് അടച്ചത്. 2023 മുതൽ സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പ് നടന്നിരുന്നതായും GST വകുപ്പ് കണ്ടെത്തി. വകുപ്പ് നിർദ്ദേശിച്ച തുക പിഴയടച്ചതോടെ തുടർ നടപടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന മൊത്തവ്യാപാര സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നും നികുതി വെട്ടിപ്പിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും GST ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. S. ശ്യാംകുമാർ, 24 കൊച്ചി. കത്വയിൽ ഭീകരർക്കെതിരായ സൈനിക നടപടി പുരോഗമിക്കുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിലേക്ക് അടുത്തയാഴ്ച ജമ്മു കശ്മീരിൽ സന്ദർശനം നടത്തും. ഭീകരരുടെ സാന്നിധ്യമെന്ന സംശയത്തെ തുടർന്ന് കത്വയിൽ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഉൾപ്പെടെ ഭീകരർക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നത്. ജമ്മു കാശ്മീരിലെ സുരക്ഷാ അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. നിലവിലെ സ്ഥിതിഗതികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ യോഗം അവലോകനം ചെയ്യും. ഇന്ത്യ പാക് അതിർത്തി സന്ദർശിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ ജമ്മു കാശ്മീരിലെ കത്വയിൽ 3 ഭീകരരുടെ കൂടി സാന്നിധ്യം കണ്ടെത്തി. വനമേഖലയിൽ നിന്നെത്തിയ 3 പേർ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു മടങ്ങിയതായി പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സൈന്യം വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവരാകാം ഇവരെന്നാണ് പ്രാഥമിക നിഗമനം. വിനീത VG, 24 ഡൽഹി. വാർത്താമഴയിലേക്ക് തിരികെ. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 157 നഴ്സിംഗ് കോളേജുകൾ രാജ്യത്ത് അനുവദിച്ചിട്ട് ഒന്നുപോലും കേരളത്തിന് നൽകിയില്ല. എയിംസ് ലഭിക്കാൻ കേരളത്തിന് അർഹതയില്ല എന്ന് മാനദണ്ഡപ്രകാരം പറയാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മ്യാൻമർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1700 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തം തകർത്ത മ്യാൻമറിനായി ലോകാരോഗ്യ സംഘടന സഹായം അഭ്യർത്ഥിച്ചു. ദുരന്ത മേഖലയിൽ 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാദൌത്യത്തിനിടെ തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിനടുത്ത മാൻഡലെ നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ദുരന്തഭൂമിയായ മ്യാൻമറിന് സഹായമെത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിന്റെ ആഘാതം 334 ആണവ ബോംബുകൾ പതിച്ചതിന് തുല്യമാണെന്ന് ഭൗമശാസ്ത്ര വിദഗ്ധർ പറയുന്നു. തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ദുരന്തത്തിനിടയിലും വിമതർക്കെതിരായ സൈനിക നടപടി ഭരണകൂടം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് ആദ്യ ജയം. കൊൽക്കത്തയെ 8 വിക്കറ്റിന് തകർത്തു. 117 റൺസ് വിജയ ലക്ഷ്യം. 43 പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അങ്ങനെ ദൈവത്തിന്റെ പോരാളികൾ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ 2 മത്സരങ്ങളിൽ മുംബൈ തോറ്റാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ പല രീതിയിലുള്ള പരിഹാസങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളതെന്ന്. അങ്ങനെ തോറ്റു തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ അങ്ങനെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. കൊൽക്കത്തയ്ക്കെതിരെ 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 116 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ ബോൾട്ട് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. അതിന് പിന്നാലെ വളരെ ഒരു സർപ്രൈസിംഗ് പാക്കേജ് എന്ന് പറയുന്ന അശ്വിനി കുമാറായിരുന്നു. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന അശ്വിനി കുമാർ 4 വിക്കറ്റാണ് വീഴ്ത്തിയത്. മലയാളി താരം വിഘ്നേഷ് പുത്തൂരും 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 116 റൺസിന് നിലവിലെ ചാമ്പ്യന്മാർ ഓൾ ഔട്ടായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈക്ക് നെറ്റ് റൺ റേറ്റ് കൂടി മനസ്സിലുള്ളതുകൊണ്ട് അതിവേഗം അടിച്ചു കളിക്കുകയാണ് ചെയ്തത്. രോഹിത് ശർമ്മയും ഒപ്പം തന്നെ റിയാൻ റിക്കൾട്ടനും മികച്ച തുടക്കം നൽകി. പക്ഷേ രോഹിത്തിന് വലിയ ഇന്നിംഗ്സിലേക്ക് പോകാൻ സാധിച്ചില്ല. 12 പന്തിൽ 13 റൺസ് എടുത്ത രോഹിത് പുറത്തായെങ്കിലും മറുവശത്ത് ഉറച്ചു നിന്ന റിയാൻ റിക്കൾട്ടൻ അർദ്ധ സെഞ്ചുറി നേടി. പിന്നീട് വിൽ ജാക്സും എളുപ്പം പുറത്തായെങ്കിൽ പോലും
സൂര്യകുമാർ യാദവ് 9 പന്തിൽ 20-ലധികം റൺസ് എടുത്ത് അങ്ങനെ മുംബൈയെ 43 പന്ത് ബാക്കി നിർത്തി കൊണ്ട് വിജയം പിടിച്ചെടുത്തു. അങ്ങനെ മുംബൈ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിൽ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനത്തായതിൻ്റെയൊക്കെ തന്നെ നിരാശ മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തവണ മുംബൈ കളത്തിലെത്തിയിരിക്കുന്നത്. അനിൽ വാസ്തവാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.